നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് പുറത്തൊക്കെ പോകാനുണ്ട്. അപ്പം ആ ഒരു വിശേഷമൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വാവ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ പാലൊക്കെ കൊടുത്ത് ഉറക്കി കിടത്തിയതാണ്, പക്ഷേ ആളിങ്ങ് എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ കുറച്ച് നേരം കളിക്കുകയായിരിക്കും, ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ചായ കുടിക്കാനിരുന്നതാണ് കേട്ടോ. ഇന്ന് ചപ്പാത്തിയും മീൻകറിയായിരുന്നു ചായക്ക് കടിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേലും വാവേൻ്റെ മൂടൊക്കെ മാറി കരയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അമ്മ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേലും വാവേനെ ഞാൻ വാങ്ങി കിടത്തിയിട്ടോ. ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഉറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ സമയം കൊണ്ട് നമ്മുടെ കട്ടിലൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. നൈറ്റ് വാവയ്ക്ക് ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ വാരി വലിച്ചൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനൊരു ഡൈപ്പർ ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഈസിയാണല്ലോ, എല്ലാം കൂടെ ഒന്നിൽ വെച്ചാൽ മതിയല്ലോ എന്നുള്ളതുകൊണ്ട് ഇത്രയും ദിവസം ഞാൻ അതൊന്നും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഉറക്കത്തുനിന്ന് എഴുന്നേറ്റിട്ട് ഓരോ സ്ഥലത്ത് പോയി ഓരോന്ന് എടുത്തിട്ട് വരും കേട്ടോ. എനിക്കൊരു തരം ഭ്രാന്ത് എന്ന് പറയുക, ഒന്നിച്ച് എവിടെയെങ്കിലുമൊക്കെ വെച്ചാൽ മതി, പക്ഷെ എന്നാലും ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ വാരി വലിച്ച് വൃത്തികേടാവണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് വെച്ച സ്ഥലത്ത് പോയിട്ട് ഓരോന്ന് എടുത്തിട്ട് വരലാണ് കേട്ടോ പരിപാടി. ആദ്യമൊക്കെ എനിക്ക് എല്ലാം ഒന്ന് മാനേജായി വരാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഉറക്കമാണെങ്കിലും പിന്നെ നമ്മൾ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലേ, ഡൈപ്പർ മാറ്റലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഏകദേശം ഒക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. പൂർണ്ണമായിട്ട് സെറ്റായി എന്നല്ല, എന്നാലും കുഴപ്പമില്ലാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വാവേനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാനല്ല കുളിപ്പിക്കാറുള്ളത്, അമ്മയാണ് കുളിപ്പിക്കുന്നത്. എനിക്കിപ്പോഴും ആ ഒരു ധൈര്യം വന്നിട്ടില്ല, ഇനി ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ കുഞ്ഞാവൻ്റെ ഉറക്കം ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഐറ്റംസ് ഒക്കെ വാവേൻ്റെയാണ്. ഇതിൽ ഹിമാലയേൻ്റെ പ്രൊഡക്റ്റ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, അതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. ബാക്കിയുള്ള ഐറ്റംസാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ വരുന്ന ഏതെങ്കിലും ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ഒരു സെൽഫ് കെയർ ആണ് കേട്ടോ. എല്ലാ ദിവസമൊന്നുമില്ല, ടൈം കിട്ടുന്ന സമയത്ത് മാത്രം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് തന്നെ ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ കാന്തി ചൂർണ്ണമാണ് കേട്ടോ. നമ്മൾ പ്രസവരക്ഷാ സെൻറ്ററിൽ പോയപ്പം അവിടെ നിന്ന് എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല ഡിഫറെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. നമുക്ക് ഏതൊരു ആയുർവേദ ഷോപ്പിൽ പോയാൽ നമുക്കിത് കിട്ടും. പിന്നെ പച്ചമരുന്ന് ഷോപ്പിലൊക്കെ പോയാലും കിട്ടും കേട്ടോ. നല്ല ഡിഫറെൻ്റ് ഉണ്ട്. അങ്ങനെ ബ്രൈറ്റ് ആവുന്നല്ല, പക്ഷേ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആവും കേട്ടോ. എനിക്കിങ്ങനെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുരു പോലെ ഉണ്ടായിരുന്നു, ആഫ്റ്റർ പ്രഗ്നൻസി എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ വയറ്റിലുള്ള ബ്ലാക്ക് കളറ്, അണ്ടർ ആംസിലൊക്കെ ബ്ലാക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അമ്മ ഇവിടെ ചാണകം തേക്കുന്നുണ്ട്. കുറേ ആയിട്ട് ഇവിടെ ചാണകമൊക്കെ തേച്ചിട്ട്, അപ്പോൾ അമ്മ ഇന്ന് ഫ്രീ ആണെന്നുള്ളത് കൊണ്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് നടുവേദന ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ നിന്നടുപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേലും ഞാൻ വാവയ്ക്ക് പാലൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ടോ. മോളൂസിനെ വഴിയിൽ നിന്ന് പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അങ്ങോട്ടേക്കുള്ള ഒരു 10-15 മിനിറ്റ് ദൂരമേ ഉള്ളൂ ചേച്ചീൻ്റെ വീട്. അപ്പം അവിടെ നിന്ന് മോളൂസിനെ വണ്ടിയിൽ കയറ്റിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ഞങ്ങളിന്ന് സാധനം വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഭാവിക്കുള്ള ഐറ്റംസും പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ പുറത്ത് പോകാത്തത് കൊണ്ട് തന്നെ എന്നാണോ പുറത്ത് പോകുന്നത് അന്ന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാറാണ് കേട്ടോ. ഇപ്പോൾ വാവേനെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യലും കുറേ ടൈം എടുക്കലൊന്നും പറ്റാറില്ല കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് പോവുകയാണെങ്കിലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചു നോക്കും വീട്ടിലോട്ടേക്ക്, എന്താണ് അവസ്ഥ, കരയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് മാത്രമേ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കാറുള്ളൂ കേട്ടോ. എന്നാലൊരു മനസ്സമാധാനക്കേടാണ്. ഇന്ന് ഞാൻ വാവയ്ക്ക് പിന്നെ ബോട്ടിലിൽ പാലൊക്കെ വെച്ചിട്ടാണ് വന്നത്. എന്നാലും പറയാൻ പറ്റില്ലല്ലോ, ഓരോ സമയത്ത് ഓരോ മൂടാണല്ലോ. നമ്മുടെ ഇവിടെ മുക്കത്ത് ഫസ്റ്റ് കെയർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് വാവയ്ക്കുള്ള ഈ റോംബേഴ്സ് വീട്ടിൽ നിന്ന് ഡ്രസ്സുകളൊക്കെ വാങ്ങാറുള്ളത് കേട്ടോ. അല്ലാത്ത ഡ്രസ്സ് നമുക്ക് വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല, കാരണം ഓൾറെഡി ഗിഫ്റ്റ് കിട്ടിയതുണ്ട്. എവിടെയും പുറത്തൊന്നും പോകാത്തതുകൊണ്ട് തന്നെ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം ഇവിടെ കുറച്ച് റേറ്റ് കുറവുള്ളത് പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെയാണ് മിക്കപ്പോഴും പോവാറുള്ളത്. പിന്നെ മോളൂസിന് സ്കൂളിലേക്ക് സ്കൂൾ ബാഗും ചെരുപ്പും ഒക്കെ വാങ്ങാനുണ്ട്. അപ്പം അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവളുടെ ഇഷ്ടത്തിനൊത്ത ബാഗ് ഉണ്ടെങ്കിൽ ആ സൈസൊക്കെ ഇല്ല, അങ്ങനെ കുറേ പണി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2-3 കടകളിലൊക്കെ കയറിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെയൊക്കെ കയറിയപ്പോൾ കുഞ്ഞു മക്കളുടെ ചെരുപ്പും ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതൊന്നും ഇപ്പം നമുക്ക് ആവശ്യം വന്നിട്ടില്ല, കാരണം ഇപ്പം ചെറുതല്ലേ.
ചെറുതല്ലേ വാവ, അപ്പോൾ കുറച്ചുകൂടെ വലുതാകുമ്പോൾ വാങ്ങാമല്ലോ. അപ്പോൾ ജസ്റ്റൊക്കെ നോക്കിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മോളൂസിന് ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ടുണ്ടായിരുന്ന അവൾക്ക് ചെരുപ്പ് വാങ്ങാനാണ് കേട്ടോ. അപ്പം ചെരുപ്പും വാങ്ങുന്നുണ്ട്. ഈ ഒരു ചെരുപ്പാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനും, അവളെ കാലിനിട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് വീട്ടിലോട്ടുള്ള പച്ചക്കറി വാങ്ങുന്നുണ്ട്. പച്ചക്കറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞു. നോൺ വെജ് ഐറ്റംസും ഉണ്ടായിരുന്നു വാങ്ങാൻ, അപ്പം അതും വാങ്ങുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ബിരിയാണി കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. കുറേ ആയിട്ടോ ബിരിയാണി കഴിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഈ സിലിണ്ടറിൻ്റെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ഞങ്ങൾ ചോദിക്കുമ്പോഴും ഇല്ല എന്നാണ് കേട്ടോ പറയാറുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ് ബിരിയാണി ഉണ്ടോയെന്ന്. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് വിളിച്ച് ചോദിച്ചു എന്താണ് അവസ്ഥ, വാവ ഉറങ്ങുക തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഉറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടൊന്ന് പിന്നെ ജസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറി കഴിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പെറ്റ് ഷോപ്പ് എന്ന് പറയാം കേട്ടോ. കുറച്ച് കുഞ്ഞി പൂച്ചകളും പിന്നെ കോഴിക്കുട്ടികളും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പച്ചക്കറിയൊക്കെ കുറേ വാങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ബസ് പോലെ നടക്കില്ല. അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയേട്ടനെ തന്നെയാണ് വിളിച്ചത്. അപ്പോൾ അനിയേട്ടൻ വരുന്നത് വരെ ഞങ്ങളിവിടെ ഓരോന്നിനും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോളൂസിന് ഭയങ്കര പേടി പൂച്ചക്കുട്ടീനെ തൊടാൻ. പൂച്ചക്കുട്ടിയാണെങ്കിൽ കളിക്കാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ കുഞ്ഞി തത്തയാണോ ലവ് ബേർഡ്സ് ആണോ എന്നറിയില്ല, എന്തായാലും വിരിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അവരെയൊക്കെ ഒന്ന് കണ്ടു, ജസ്റ്റ് കുറച്ച് നേരം കളിപ്പിച്ചതിന് ശേഷം വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ മോളൂസ് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വാവയ്ക്ക് തണുപ്പാണെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഒരാഗ്രഹം പാൻറ് ഇടണം പകൽ എന്നുള്ളത്. പക്ഷെ പാൻറ് ഇടുന്നത് ബുദ്ധിമുട്ടാണ്, കാരണം ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഉറക്കത്തുനിന്ന് എണീപ്പിച്ച് പാൻറ് കൂരുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ലങ്കോട്ടിയാണ് ഇട്ട് ഉടുപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി എന്നാലും ഒന്ന് പാൻറ്റൊക്കെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ജോഡി വാങ്ങിയിട്ടുണ്ട്. പിന്നെ മോളൂസിന് വന്നപ്പം തന്നെ ഒരാഗ്രഹം ഇട്ട് കാണണമെന്ന്. അപ്പോൾ കുഞ്ഞാനെ ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര ഗൗരവത്തിൽ നോക്കുന്നുണ്ട്, എന്താണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണെന്ന് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വാവേനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. പിന്നെ ഇനി കുറച്ച് ഫോട്ടോഷൂട്ട് അവർ 2 പേരുടെ. അപ്പോഴത്തേലും നല്ല മഴ പെയ്തു കേട്ടോ. മഴ അങ്ങനെ പെയ്യുന്നത് ഇപ്പോൾ കുറവാണ് കേട്ടോ. അപ്പോൾ കിട്ടിയ മഴയല്ലേ എന്നുള്ളതുകൊണ്ട് ഞങ്ങളത് ആസ്വദിച്ച് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയും പോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.